2001 ഡിസംബർ 13 രാജ്യത്തെ നടുക്കി ഭരണസിരാ കേന്ദ്രമായ പാർലമെന്റിൽ ഭീകരർ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു, 18 പേർക്ക് പരിക്കേറ്റു. 2001 ഡിസംബർ 15 ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ അഫ്സൽ ഗുരുവിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. അഫ്സൽ ഗുരുവിനൊപ്പം SR ഗിലാനിയും ഷൌക്കത്ത് ഹുസൈനെയും പിടികൂടി. ഡിസംബർ 19 ചോദ്യം ചെയ്യലിൽ അഫ്സൽ ഗുരു കുറ്റം സമ്മതിച്ചു. ഡിസംബർ 29 അഫ്സൽ ഗുരുവിനെ 10 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2002 ജൂൺ 4 അഫ്സൽ ഗുരു, ഗിലാനി, ഷൌക്കത്ത് ഹുസൈൻ എന്നിവർക്കെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. 2002 ഡിസംബർ 18 അഫ്സൽ ഗുരുവിന് ഡൽഹി ഹൈക്കോടതി വധശിക്ഷ വിധിച്ചു. അതിനിടെ 2003 ഒക്ടോബർ 29 ഗിലാനിയെ കോടതി കുറ്റവിമുക്തനാക്കി. 2005 ആഗസ്റ്റ് 4 അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ സുപ്രീം കോടതി ശരിവച്ചു. 2006 സെപ്റ്റംബർ 26 അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റാൻ ഡൽഹി ഹൈക്കോടതി വിധിച്ചു. 2006 ഒക്ടോബറിൽ അഫ്സൽ ഗുരുവിന്റെ ഭാര്യ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന് ദയാഹർജി സമർപ്പിച്ചു. ജനുവരി 12 2007 വധശിക്ഷ പുനഃപരിശോധിക്കണമെന്ന അഫ്സൽ ഗുരുവിന്റെ ഹർജി തള്ളി. 2011 ആഗസ്റ്റിൽ ആഭ്യന്തര മന്ത്രാലയം അഫ്സൽ ഗുരുവിന്റെ ദയാഹർജി രാഷ്ട്രപതിക്ക് അയച്ചു. 2013 ഫെബ്രുവരി 3 അഫ്സൽ ഗുരുവിന്റെ ദയാഹർജി രാഷ്ട്രപതി തള്ളി. പിന്നീട് 2013 ഫെബ്രുവരി 4 വധശിക്ഷ നടപ്പാക്കാനുള്ള ഫയലിൽ ആഭ്യന്തരമന്ത്രി ഒപ്പുവച്ചു. ഫെബ്രുവരി 8 2013 വധശിക്ഷ സമയം സംബന്ധിച്ച് കോടതി അന്തിമ തീരുമാനമെടുത്തു. ഒടുവിൽ 2013 ഫെബ്രുവരി 9 അതീവ രഹസ്യമായ അഫ്സൽ ഗുരുവിനെ തിഹാർ ജയിലിൽ തൂക്കിലേറ്റി. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ.